ഒരു 200-205 കൊല്ലം പുറകോട്ട് പോകണം. സിറക്യൂസിലെ ഒരു രാജാവ് ഒരു സ്വർണ്ണ കിരീടമുണ്ടാക്കി. കിരീടം കയ്യിൽ കിട്ടിയപ്പോൾ രാജാവിന് ഒരു സംശയം. സ്വർണ്ണപ്പണിക്കാരൻ മുഴുവൻ സ്വർണവും കിരീടമുണ്ടാക്കാൻ ഉപയോഗിച്ചോ എന്നൊരു സംശയം. മായം ചേർത്തിട്ടുണ്ടോ എന്നറിയാൻ കൊട്ടാരത്തിലെ ശാസ്ത്രജ്ഞനായ ആർക്കിമിഡീസിനെ ചുമതലപ്പെടുത്തി. ആർക്കിമിഡീസ് രാവും പകലും തലമുറിച്ചു. കിരീടത്തിൻ്റെ വ്യാപ്തമറിയണം. അതിന് കിരീടം ഉരുക്കാൻ പറ്റൂ. രാജാവ് സമ്മതിക്കില്ല. വേറെ വഴികൾ ആലോചിച്ചു. ഒന്നും പ്രായോഗികമല്ല. അങ്ങനെ പ്രശ്നപരിഹാരം ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം കുളിക്കാൻ കയറി. ബാത്ത് ടബിലേക്ക്, കുളിത്തൊട്ടിലേക്ക് ആർക്കിമിഡീസ് കയറിയപ്പോൾ തന്നെ വെള്ളം നിറഞ്ഞൊഴുകി. പെട്ടെന്ന് ബൾബ് പിന്നി, ട്യൂബ്ലൈറ്റ് കത്തി. തൻ്റെ കാലിൻ്റെ ഭാരത്തിന് തുല്യമായ വെള്ളമാണ് നിറഞ്ഞൊഴുകിയതെന്ന് മനസ്സിലായി. ആ ആവേശത്തിൽ നഗ്നനാണെന്ന് പോലും ഓർമ്മിക്കാതെ യുറേക്ക എന്ന് കൂവി വിളിച്ചുകൊണ്ട് കൊട്ടാരത്തിലേക്ക് ഓടി. 2 പാത്രത്തിൽ വെള്ളം നിറച്ചുകൊണ്ട് തൻ്റെ കണ്ടെത്തൽ അറിയിച്ചു. ആ സ്വർണ്ണപ്പണിക്കാരൻ കുറച്ച് സ്വർണം മോഷ്ടിച്ചിരുന്നു. ആർക്കിമിഡീസ് അത് തെളിയിച്ചു. അയാൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയില്ല. പക്ഷേ ആർക്കിമിഡീസ് തത്വം അങ്ങനെയാണ് പിറവികൊള്ളുന്നത്. പ്രശസ്തമായ കുളിയുടെ ഓർമ്മയിൽ ജൂൺ മാസം 14-ാം തീയതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ജൂൺ 14 കുളി ദിനമാണ്, ബാത്ത് ഡേ. കുളിക്കാനുള്ള ഇഷ്ടത്തെയും താല്പര്യത്തെയും ആഘോഷിക്കുക എന്നതാണ് ഈ ദിനത്തിൻ്റെ ലക്ഷ്യം. കുളിക്കാത്തവരൊക്കെ രാവിലെ എഴുന്നേറ്റ് നേരെ വാഷ്റൂമിലേക്ക് വിട്ടോളൂ. കുളിക്കുക എന്നത് ശരീരം ശുദ്ധിയാക്കൽ മാത്രമല്ല, അത് നമ്മുടെ മാനസിക ഉല്ലാസവും വർദ്ധിപ്പിക്കും. അപ്പോൾ പ്രിയമുള്ളവരെ, രാവിലെ തന്നെ ഒരു തേച്ച് കുളിയൊക്കെ പാസ്സാക്കി ഉഷാറായിക്കൊള്ളൂ.